അതെ ചേട്ടാ, ഇവിടെ വണ്ടി ഇങ്ങനെ ഇടരുത് റോഡിലെ. ഇത് ചെറിയ വഴിയാണ്, റെസിഡൻഷ്യൽ ഏരിയ. അപ്പൊ വണ്ടി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാലേ പിള്ളേർക്കും എല്ലാവർക്കും സുഖമായിരുന്നു വണ്ടിക്ക് പോകാനൊക്കെ. ഇല്ല, ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടം വരുന്ന പോയിട്ട് ഞാൻ ഇപ്പോൾ വരാണ്ട് എടുത്തോളാം. അല്ല, അത് കുഴപ്പമില്ല. വണ്ടി ഒന്ന് അപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് മതി. കാരണം ഈ ഇപ്പൊ സ്കൂൾ കഴിയുന്ന ടൈമാണ്, ഓഫീസ് ടൈമൊക്കെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ചെറിയ വഴി ആയതുകൊണ്ട്, പിന്നെ ഞാൻ ഇവിടുത്തെ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഞാൻ പറയണത്. ചേട്ടൻ ഈ റെസിഡൻസിന്റെ അല്ലേ സെക്രട്ടറി? അതെ, ഈ റോഡിന്റെ അല്ലോ. അല്ല, റോഡ് റെസിഡൻസിൽ വരുന്നത് കൊണ്ട് എനിക്ക് പറയാനുണ്ട്. എനിക്ക് തർക്കിക്കാൻ സമയമില്ല. ചേട്ടൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കൊരു 5 മിനിറ്റിന്റെ കേസ് ഉള്ളൂ. ഞാൻ പോയിട്ട് പോരും, എന്നിട്ട് കാറ് മാറ്റും. നിങ്ങളിത് മര്യാദയ്ക്ക് മാറ്റിയില്ലെങ്കിൽ അതിന്റെ ഫലം താൻ അനുഭവിക്കും. എന്ത് ഫലം? ഞാൻ ഈ സാധനം വണ്ടി വിളിച്ച് തൂക്കിയെടുത്ത് അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് ഇടും. അതിനുള്ള ചങ്കൂറ്റുണ്ടോ എനിക്ക്? അതിനുള്ള ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ കേട്ടല്ല. ഞാനേ അപ്പുറം ശ്രീധരൻപിള്ള സാറിന്റെ വീട്ടിൽ വന്നാ. എനിക്ക് കാറ് അവിടെ ഇടാൻ സൗകര്യമില്ല. ഇവിടെ എവിടെയാ? അയ്യോ, എന്റെ കാർ ഞാൻ മാറ്റി ഇപ്പൊ. അതിപ്പോ മാറ്റാണ് ഞാൻ. അല്ലെങ്കിൽ എന്റെ വീട്ടില് 2 വണ്ടി ഇടാനുള്ള പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു വണ്ടി ഇടാം. അല്ല, ഇയാളുടെ വീട് ഭയങ്കര ദൂരെ, അവിടെ ഒന്നും കൊണ്ടുവരണ്ട. അത് ഞാൻ മാറ്റിയാണ്, കുട്ടി ഇവിടെ ഇട്ടോളൂ. എന്ത് ദൂരത്? 2ാമത്തെ വീടിന്റെ അപ്പുറം അവിടെ ദൂരെ വണ്ടി ഓടിച്ച് ഞാൻ നടന്നു വരാം. എന്താ കുഴപ്പം? ഞാൻ നടന്നൊന്നും വരണ്ട. ആ കുട്ടിക്ക് വണ്ടി ഓടിച്ച് വരാൻ അറിയാം. താൻ ഈ റെസിഡൻസിലുള്ളല്ലോ, താൻ തന്റെ പണി നോക്കിപ്പോ താൻ ആദ്യം തന്റെ ഈ വണ്ടി ഇവിടുന്ന് മാറ്റി കുട്ടിയുടെ വണ്ടിയിട്ട്. എടാ, ഇന്ത്യൻ പ്രസിഡന്റ് എന്നല്ല, ഒരു അസോസിയേഷന്റെ സെക്രട്ടറി ആണെന്നുണ്ട്. താൻ കുറഞ്ഞാലല്ല. ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് ഞാനാ, സെക്രട്ടറി പ്രസിഡന്റ് അല്ല ഞാൻ തന്നെ. താൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഉണ്ടാക്കും. ആ പെങ്കൊച്ചി പോയി, ഞാനും പോയി.